ഇത്തരത്തിൽ ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ സമൂഹത്തിൽ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന ആളുകളുടെ പുരോഗതിക്ക് വേണ്ടി എടുക്കുന്ന സമീപനങ്ങൾ, ഇതൊക്കെ UDF രാഷ്ട്രീയമായി വിരൽ പിടിപ്പിക്കുന്നുണ്ട്. അതിൽ ചിത്തഭ്രമം ബാധിച്ചത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ വരുന്നത്. സർക്കാരിന്റെ അതിദാരിദ്ര്യ മുക്ത കേരളം എന്ന പ്രഖ്യാപനം ആവേശത്തോടെയാണ് ഭൂരിഭാഗം ജനങ്ങളും ഏറ്റെടുത്തത്. അവിടെ UDF ചില നേതാക്കൾ മാത്രം അതിനെതിരെ ഉള്ള പ്രതികരണമൊക്കെ നടത്തിയിരുന്നു. ഇവിടെ പെരിന്തൽമണ്ണയിലെ നജീബ് കാന്തപുരം MLA താഴേക്കോട് പഞ്ചായത്തിലെ അരക്കോറമ്പിൽ ഒരു സുഗ്രാമത്തിൽ വെച്ച് അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം അത് പൊള്ളയാണ് എന്ന തരത്തിലും അതിലെ ചില വസ്തുതകൾ ശരിയല്ല എന്ന തരത്തിലും ഒക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുടെ വസ്തുത, അതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ എങ്ങനെയാണ് വിവേചിക്കുക, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞതിലെ സർക്കാരിനെതിരെ ഉള്ള ഒരു വിരുദ്ധമായ ഒരു സംഭവം ഉണ്ടാക്കുന്നതിനാണോ എന്നൊക്കെ നമുക്ക് അറിയേണ്ടത് CPM നേതാക്കളിൽ നിന്നാണല്ലോ. CPM പെരിന്തൽമണ്ണ ഏരിയ സെക്രട്ടറി രാജേഷ് നമ്മോടൊപ്പമുണ്ട്. നജീബ് കാന്തപുരം MLA ഉന്നയിച്ച ആരോപണങ്ങൾ, അതിന്റെ വസ്തുതകൾ താങ്കൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഒന്ന്, ഈ ആരോപണം ഉന്നയിക്കുന്നത് അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ. അതില് എല്ലാ ആരോപണത്തിലേക്ക് വരാം. അതിന് മുമ്പൊരു കാര്യം, ഈ നവംബർ 1 ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്നത് 2 പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ഇനി മുതൽ. ഒന്ന് നേരത്തെ ഉള്ളതാണ് കേരളപ്പിറവി, മലയാളികൾക്കാകെ അഭിമാനം ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവം. മറ്റൊന്ന്, കേരളം ലോകത്തിന് തന്നെ മാതൃകയായ രീതിയിൽ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറി എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതിന്റെ പ്രോസസ് MLA വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം നിങ്ങളോട് തന്നെ പറഞ്ഞത് എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം, ഒരു ദിവസം രാത്രി പിറ്റേ ദിവസം രാവിലെ അതിദാരിദ്ര്യമുക്തമായിട്ട് പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഒന്നുകിൽ അദ്ദേഹത്തിന് ഇത് അറിയില്ല, മനസ്സിലായിട്ടില്ല, എന്താണ് ഈ സംഭവം എന്ന് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ അദ്ദേഹം ആളുകളെ ചുറ്റിക്കാൻ വേണ്ടി മനസ്സിലായിട്ടില്ല എന്ന് നടിക്കുകയാണ്. ഇത് നേരത്തെ സർക്കാരും മുഖ്യമന്ത്രിയും മന്ത്രിയും ഒക്കെ വിശദീകരിച്ചതാണ്. 2021 മന്ത്രിസഭ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ എടുത്തൊരു തീരുമാനം, അതിന്റെ പ്രോസസ്സിങ്, അതിന്റെ ക്ലേശഘടകങ്ങൾ നിർണയിച്ചുകൊണ്ട് ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള സർവേ, ഗ്രാമസഭാ യോഗങ്ങൾ, അങ്ങനെ നീണ്ടൊരു പ്രോസസ്സിങ് നടത്തി 4 വർഷത്തോളം സമയം എടുത്തിട്ടാണല്ലോ ഇത് പ്രഖ്യാപിക്കുന്നത്. അപ്പൊ അതിന് സർക്കാർ മാനദണ്ഡങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതിദാരിദ്ര്യത്തിന്റെ മാനദണ്ഡം? അത് നിങ്ങൾ MLAക്ക് അറിയില്ലെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ MLA നിയമസഭയിലോ പുറത്തോ ഇപ്പൊ അദ്ദേഹം പോയി നിന്നിട്ടുള്ള ഈ കുന്നുമ്മൽ നഗറിലോ പോയി എന്തെങ്കിലും തരത്തിലുള്ള ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ടോ? ഉന്നയിച്ചിട്ടില്ലല്ലോ. ഇത്തരത്തിൽ ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ സമൂഹത്തിൽ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന ആളുകളുടെ പുരോഗതിക്ക് വേണ്ടി എടുക്കുന്ന സമീപനങ്ങൾ, ഇതൊക്കെ UDF രാഷ്ട്രീയമായി വിരൽ പിടിപ്പിക്കുന്നുണ്ട്. അതിൽ ചിത്തഭ്രമം ബാധിച്ചത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ വരുന്നത്. ഇനി നമുക്ക് ഇദ്ദേഹം പറയുന്ന ഈ കുന്നുമ്മൽ നഗറിലെ കാര്യം പരിശോധിക്കാം. അദ്ദേഹം പറയുന്നുണ്ടല്ലോ, ഇവിടെ ഇടതുപക്ഷത്തിന്റെ പഞ്ചായത്ത് മെമ്പറാണ്, ഇടതുപക്ഷത്തിന്റെ പഞ്ചായത്താണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹത്തിന് ഒരു എന്താ പറയുക, എനിക്കിപ്പോ നിങ്ങളോട് അങ്ങനെ പറയാൻ ഏത് വാക്ക ഉപയോഗിക്കാനുള്ള സംശയമില്ല. അത്രയും മോശമായിട്ടാണ് അദ്ദേഹത്തിന്റെ മനോനില എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, അവിടെ താഴേക്കോട് പഞ്ചായത്ത് ഇടതുപക്ഷത്തിൻ്റെതാണ്, പഞ്ചായത്ത് മെമ്പർ ഇടതുപക്ഷത്തിൻ്റെതാണ്. പക്ഷെ ഈ പഞ്ചായത്ത് 2020 ഉണ്ടായതാണ് എന്നുള്ള നിലയ്ക്കാണ് അയാൾ സംസാരിക്കുന്നത്. അങ്ങനെയല്ലല്ലോ. 2020 മുമ്പും പഞ്ചായത്തില്ലേ? 2020 മുമ്പും പഞ്ചായത്ത് മെമ്പറില്ലേ? 2020 മുമ്പുള്ള 2 ടേം UDF പഞ്ചായത്ത് മെമ്പർമാരാണ്. നിങ്ങൾ അന്വേഷിക്കുക, ആളുകളുടെ പേര് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. 2015-20 അവിടെ ഭരിക്കുന്ന ആരാ? ലീഗിന്റെ പഞ്ചായത്ത് ഭരണസമിതിയാണ്. എന്താ 15-20 പ്രത്യേകത? കേരളത്തിൽ വീടില്ലാത്തവർക്ക് മുഴുവൻ വീട് കൊടുക്കാൻ വേണ്ടി ആദ്യമായി ഒരു ലൈഫ് ഭവന പദ്ധതി പ്രഖ്യാപിക്കുന്നത് 2016 ഇടതുപക്ഷം പിണറായി മുഖ്യമന്ത്രിയായി വന്നപ്പോഴാണ്. കേരളത്തിലെ ഗവൺമെന്റ്
നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടത്തിയിട്ടുണ്ട്. അത് ലീഗിന്റെ MLA മാരെന്നല്ല, കേരളത്തിൽ ഇടതുപക്ഷ വിരുദ്ധരായിട്ടുള്ളവർ പോലും പൊതുവിൽ അംഗീകരിക്കുന്ന കാര്യം. നമ്മുടെ ഈ മണ്ഡലത്തിൽ എന്തെല്ലാം സാധ്യതകളുണ്ട്, ആ സാധ്യതകളിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാൻ ഈ MLAക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ കുരുട്ടും കുന്നായ്മയും പറഞ്ഞു നടക്കുക എന്നല്ലാതെ മറ്റെന്തെങ്കിലും ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു കാര്യം വികസന രംഗത്ത് മുന്നോട്ട് വെക്കാൻ, ഒരു പുതിയ സാധനം മുന്നോട്ട് വെക്കാൻ, അല്ലെങ്കിൽ ഇവിടെ ദീർഘകാലമായി അനുഭവിക്കുന്ന നിരവധിയായ വിഷയങ്ങളുണ്ട്, അതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? ശ്രമിച്ചിട്ടുണ്ടോ? ശ്രമിച്ചാൽ കഴിയുമായിരുന്നു. കാരണം അതിനനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം സംസ്ഥാനത്തുണ്ട്. അപ്പൊ അത് ഒന്നും ശ്രമിക്കാതെ ഇനിയിപ്പോ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് 4 മാസം കഴിഞ്ഞാൽ വരാൻ പോവുകയാണ്. അപ്പൊ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇങ്ങനെ ഓരോ വിവാദങ്ങൾ ഉണ്ടാക്കാം. വിവാദങ്ങളിൽ ജീവിക്കാനാണ് ഇയാൾ ഉദ്ദേശിക്കുന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം നോക്കൂ, ഇദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ടുള്ളതൊക്കെ ഇത്തരം വിവാദങ്ങളെ സംബന്ധിച്ച് ചോദിക്കാനാണ്. അപ്പോ ഇത് UDFന്റെ പൊതു അഭിപ്രായമാണോ? അങ്ങനെയാണെങ്കിൽ VD സതീശനോ ഒക്കെ പറയട്ടെ. VD സതീശൻ തന്നെ ഈ പ്രഖ്യാപനത്തെയൊക്കെ സപ്പോർട്ട് ചെയ്യല്ലേ ചെയ്ത്, പിന്നീട് മാറ്റി പറഞ്ഞിട്ടുണ്ടാവാം. അവരുടെ രാഷ്ട്രീയ ആയിട്ടുള്ള കാര്യം നേരത്തെ പറഞ്ഞിരുന്നു. അപ്പൊ അതിലൊന്നും കഥയില്ല. ഇവിടെ ഈ കുന്നുമ്മൽ നഗറിൽ 14 വീടുകളുണ്ട്. ആ 14 വീടുകളിൽ 5 വീടുകൾ വാസയോഗ്യമായ വീടുകളാണ്. ബാക്കി 9 വീടുകൾക്ക് ഇടതുപക്ഷ ഭരണസമിതി വന്നതിന് ശേഷം ലൈഫ് വീട് കൊടുത്തിട്ടുണ്ട്. UDF ഭരണസമിതി നേരത്തെ ലൈഫ് വീടുകൾ നടപ്പിലാക്കിയിട്ടില്ല. ആകെ താഴേക്കോട് പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഈ പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള പഞ്ചായത്താണ്, ഏറ്റവും ജനങ്ങൾ അധികമുള്ള പഞ്ചായത്താണ്, വിസ്തൃതമായ പഞ്ചായത്താണ്. അപ്പൊ ആ പഞ്ചായത്തിൽ 53 വീടേ 4 വർഷം കൊണ്ട് കൊടുത്തുള്ളൂ പറഞ്ഞാൽ എത്ര ആളുകളുടെ അവസരം ഇവർ നിഷേധിച്ചു? എത്ര ആളുകൾക്ക് കയറി കിടക്കാനുള്ള ഒരു കൂര ഉണ്ടാവേണ്ട ഇത് ഇവര് വൈകിപ്പിച്ചു? അതേ പഞ്ചായത്തിലാണല്ലോ അതേ ലൈഫ് മിഷൻ അതേ മാനദണ്ഡങ്ങൾ വെച്ച് LDF വന്നപ്പോൾ 771 വീട് കൊടുത്തത്. ഏതായാലും സർക്കാരിന്റെ ഏറ്റവും വലിയ പദ്ധതി, അത് 4 വർഷത്തോളമായി കൃത്യമായ നിരീക്ഷണം പരിശോധനയൊക്കെ നടത്തിയിട്ട് നടപ്പാക്കിയ ഒരു സംഭവമാണ് അതിദാരിദ്ര്യമുക്ത കേരളം. സത്യം പറഞ്ഞാൽ CPMന്റെ ഏരിയ സെക്രട്ടറി രാജേഷ് പറഞ്ഞതുപോലെ കുറെ കാര്യങ്ങളിലൊക്കെ വസ്തുതകൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യം, കേരളം വിട്ടുകഴിഞ്ഞാൽ അതിദാരിദ്ര്യരായ ആളുകളെ നമുക്ക് ഒരുപാട് കാണാം. പക്ഷെ കേരളത്തിൽ അതിദാരിദ്ര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആരോട് ചോദിച്ചാലും ഇപ്പൊ ആരാ ദരിദ്രരുള്ളത് എന്ന് ചോദിക്കും. കാരണം ഇവിടെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന്, ബംഗാളിൽ നിന്നും ആസാമിൽ നിന്നും ഒക്കെ വന്ന് ഇവിടെ ജോലി ചെയ്ത് ഒരു ദിവസം 1000 രൂപ അതിന് മുകളിൽ കൂലി വാങ്ങുന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് ജോലിയുണ്ട്, ഒരുപാട് സാധ്യതകളുണ്ട്. ദരിദ്രരായ ആളുകളെ എണ്ണി പോയി കഴിഞ്ഞാൽ ചിലപ്പോ വിരലുണ്ടാവുന്ന ആളുകൾ ഒരുപക്ഷെ അങ്ങനെ ജീവിക്കുന്നുണ്ടായേക്കാം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും കേരളം പോലെ ഒരു സംസ്ഥാനം അതിദാരിദ്ര്യ മുക്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായ ലക്ഷ്യത്തോടെയും കൃത്യമായ പരിശോധനയോടെയും ആകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉണ്ടാകും. പക്ഷെ നമ്മൾ മലയാളികൾ എന്ന നിലയ്ക്ക് അങ്ങനെ ഒരു പ്രഖ്യാപനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ രാജേഷ് പറഞ്ഞതുപോലെ അതൊരു ചരിത്രമാണ്. ആ ചരിത്രം കേരളത്തിന് അഭിമാനിക്കാവുന്ന ഒരു നേട്ടമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ക്യാമറാമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബ്ബാർ വേണാട്, ചാനൽ 10, പെരിന്തൽമണ്ണ. Serene ambience, total indulgence, traditional but revolutionary, sensible diversity, shopping aspirations beyond everyone's expectations, progressive home electronics, luminous hand-picked fruits, freshest veggies, finest groceries, enticing gifts, crockeries, and cosmetics. The value that always meets your expectations. Jam June Hypermarket, exceeding expectations.